അപ്പോൾ മിസ്റ്റർ ശിവചന്ദ്രൻ ഉണ്ട് എനിക്കിപ്പം. ശിവചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഈ പറഞ്ഞ പോലെ പാമ്പും ചൂടും തന്നെയാണ് പത്രങ്ങളിലൊക്കെ പ്രധാനം. പിന്നെ ആപ്പുകാർ ഇന്നലെ കൂട്ടത്തോടെ BJP-യിലേക്ക് കൂടുമാറിയ വാർത്ത ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന്. കേരള രാഷ്ട്രീയം സംബന്ധിച്ചൊരു കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദത എന്നൊക്കെ പോലെയാണ് പത്രങ്ങളിൽ. കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ വാർത്തകൾ പൊതുവേ കുറവാണ്, ചില വിശകലനങ്ങളും മറ്റും ഒഴിച്ചു കഴിഞ്ഞാൽ. മനോരമയിലേക്ക് കയറിയാൽ മനോരമയിൽ ഈ പറഞ്ഞതുപോലെ ഇന്നലെ ആപ്പുകാർ 7 ആപ്പ് MP-മാർ ഒറ്റയടിക്ക് രാജ്യസഭാംഗങ്ങൾ BJP-യിലേക്ക് പോയ വാർത്തയാണ്. തൂത്തുപെറുക്കി എന്നാണ് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. കൂറുമാറ്റം ഇടഞ്ഞു നിന്ന് രാഘവ് ഛബ്ദയുടെ നേതൃത്വത്തിൽ 3-2 ഭൂരിപക്ഷമുള്ളതിനാൽ അയോഗ്യത വരില്ല. ഒപ്പം ഈ കൂറുമാറിപ്പോയ 7 MP-മാരുടെ അവരുടെ സ്വാതി മലിവാളിൻ്റെയും മുൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗിൻ്റെയും ഒക്കെ അടക്കം 7 MP-മാരുടെയും ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. കാർട്ടൂൺ ശ്രദ്ധേയമാണ്. ഓപ്പറേഷൻ ലൂട്ട് അസ് എന്ന് പറയുന്നു. കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രിയും തമ്മിൽ 7 പേർ അപ്പുറത്ത് മാറി നിൽക്കുന്നു. ഓപ്പറേഷൻ ലോട്ടസ് അല്ല, ലൂട്ട് അസ് എന്ന് പറയുന്നു. രാജ്യസഭയിൽ BJP-യുടെ അംഗസംഖ്യ 113 ആയി മാറിയിട്ടുണ്ട്. 7 MP-മാർ കൂടി എത്തുന്നതോടെ രാജ്യസഭയിൽ BJP-യുടെ അംഗബലം 113 ആകും. സഖ്യകക്ഷികളും സ്വതന്ത്രരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരും കൂടി ചേരുമ്പോൾ 245 അംഗ സഭയിൽ NDയുടെ അംഗബലം ഇതോടെ 148ആയിട്ടാണ് ഉയരുന്നത്. 10 രാജ്യസഭാംഗങ്ങളിൽ 7 പേരും BJP-യിലേക്ക് പോയപ്പോൾ ഏതാണ്ട് ചിഹ്ന ഭിന്നമായ അവസ്ഥയാണ് രാജ്യസഭയിലെ ആപ്പിൻ്റെ അംഗബലം എന്നുള്ള വാർത്ത. ഒന്നാമത്തെ വാർത്തയായി തൂത്തുപെറുക്കി. ചൂലാണല്ലോ അവരുടെ ചിഹ്നം, അതുകൊണ്ടുകൂടി തൂത്തുപെറുക്കി എന്ന തലക്കെട്ട് അതിന് വല്ലാതെ യോജിക്കുന്നുമുണ്ട്. വെടിക്കെട്ട് ദുരന്തം കരാറുകാരൻ സതീഷും വിടവാങ്ങി എന്ന വാർത്ത നമ്മൾ ഇന്നലെ കണ്ടതാണ്. മരിച്ചവരുടെ എണ്ണം ഇതോടെ 12ആയി. 3 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. ഒപ്പം സാദരം പൂരം, അവർ ഭംഗിയാക്കാൻ ശ്രമിച്ച പൂരം നാളെ നടക്കും അവരില്ലാതെ. വെടിക്കെട്ടിൻ്റെ ശബ്ദവർണ്ണ വിസ്മയമില്ലെങ്കിലും മേളങ്ങളും മറ്റു പൂരക്കാഴ്ചകളും ഹൃദയത്തിലേറ്റാൻ തയ്യാറെടുക്കുകയാണ് തൃശ്ശൂർ. നാളെയാണ് നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് റഹീമൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം, മഠത്തിൽ വരവ്, പഞ്ചവാദ്യം ഒക്കെ ഉണ്ടാകും. എങ്കിലും ഈ പൂരം ഭംഗിയാക്കാൻ ശ്രമിച്ച മനുഷ്യരുടെ, സതീഷ് ഉൾപ്പെടെയുള്ളവരുടെ അസാന്നിധ്യം, ഇപ്പോഴും ജീവന് വേണ്ടി പോരടിക്കുന്ന ആളുകളുടെ വേദന ഒക്കെ അവിടെ ഘനീഭവിച്ച് നിൽക്കുന്നുമുണ്ട്. പുഴ വളരും വലുതാകും എന്നൊരു ശ്രദ്ധേയ റിപ്പോർട്ട് ഇന്നത്തെ പത്രത്തിൻ്റെ, അതായത് ഈ മനോരമ പത്രത്തിൻ്റെ 4-ാം പേജിലുണ്ട്. അതായത് കയ്യേറ്റം കൊണ്ട് ഇടുങ്ങിപ്പോയ കോന്തുരുത്തിപ്പുഴ പുനർജന്മം എടുക്കുന്ന അത്ഭുത കഥയാണ്. അതിലൊരു ചിത്രമുണ്ട്, ഒരു ഡ്രോൺ ചിത്രമാണത്. ആ പുഴ എങ്ങനെയാണ് താഴേക്ക് വരുമ്പോൾ ഇടുങ്ങി ഒരു ഓടയുടെയോ കാനയുടെയോ രൂപത്തിലേക്ക് മാറുന്നത്. പുറമ്പോക്കിൽ താമസിച്ചിരുന്ന 126 കുടുംബങ്ങളെ, അതായത് കയ്യേറി പുഴയുടെ വക്ക് എങ്ങനെയാണ് കയ്യേറ്റം കൊണ്ടാണ് ഈ പുഴ ചെറുതായി മെലിഞ്ഞു പോയത്. 126 കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ നൽകി കോർപ്പറേഷൻ അവരെ മാറ്റി ഈ പുഴയെ പഴയ വഴിക്കാക്കാൻ ശ്രമിക്കുകയാണ്. പുഴ പറയാൻ മറന്ന കഥ. കണയന്നൂർ താലൂക്കിലെ എളംകുളം വില്ലേജിൽ തേവര കനാലിനെ നെട്ടൂർ കായലുമായി ബന്ധിപ്പിക്കുന്ന കോന്തുരുത്തിപ്പുഴ. റവന്യൂ വകുപ്പിൻ്റെ സർവേ രേഖകൾ പ്രകാരം പുഴയ്ക്ക് 48 മീറ്റർ വീതിയുണ്ടായിരുന്നത് 2-3 മീറ്റർ മാത്രമായിട്ടാണ് ഇപ്പോൾ അത് ശേഷിക്കുന്നത്. ആ പുഴയെ എങ്ങനെ തിരിച്ചെടുക്കുന്നു, അതിനുവേണ്ടി ശ്രമിച്ച KJ ടോമി എന്ന ഒറ്റയാൾ പട്ടാളത്തിൻ്റെ അടക്കം വിശദമായ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു മലയാള മനോരമ. മാതൃഭൂമിയിലേക്ക് വന്നാൽ മാതൃഭൂമിയുടെ 1-ാമത്തെ വാർത്ത ഇത് തന്നെയാണ്. ആപ്പിനെയും പിളർത്തി, ആപ്പിനെ വിഴുങ്ങി. 10-ൽ 7 രാജ്യസഭാംഗങ്ങളും BJP-യിൽ പോയ ഈ വാർത്ത. ആം ആദ്മി പാർട്ടി വിട്ടവരിൽ രാഘവ് ഛദ്ദയും സ്വാതി മലിവാളും ഉൾപ്പെടെയുള്ള മുൻനിരക്കാർ. ഈ രാഘവ് ഛദ്ദയൊക്കെ തുടങ്ങിയ കാലം മുതൽ സ്ഥാപിത നേതാക്കളിൽ ഒരാളാണ്. 2 ഭാഗം പോയതുകൊണ്ട് സ്വാഭാവികമായും കൂറുമാറ്റം ഇവരെ ബാധിക്കില്ല. തൂത്തുവാരിപ്പോയവരാരൊക്കെയെന്ന് ഓപ്പറേഷൻ താമരയെന്ന് AAP-യും പറയുന്നു. ഇതിൽ ആളുകളെ, അതായത് രാഷ്ട്രീയ നേതാക്കളെ കേസുകളിൽ അല്ലെങ്കിൽ റെയ്ഡുകളിൽ കൊടുക്കുക, അതിന് പിന്നാലെ BJP-യിലേക്ക് ഉൾക്കൊള്ളുക എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന ഈ വാഷിംഗ് മെഷീൻ പൊളിറ്റിക്സിൻ്റെ ഒരു കോപ്പി ബുക്ക് സ്റ്റൈൽ തന്നെയാണ് ഡൽഹിയിൽ ഇന്നലെ നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആപ്പിനെ എങ്ങനെ BJP വിഴുങ്ങി, നിറവുകെട്ട രാഷ്ട്രീയം എങ്ങനെ ഇന്ത്യൻ മുഖ്യധാരയിൽ പ്രധാന രാഷ്ട്രീയമായി മാറുന്നു എന്നത് മാതൃഭൂമിയും വിശദമായി കാണിച്ചു തരുന്നു. മാതൃഭൂമിയുടെ 3-ാമത്തെ പേജിലേക്ക് വന്നാൽ പാട്രിയറ്റ് മമ്മൂട്ടി മോഹൻലാൽ ചിത്രം എത്രയോ വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. മലയാളത്തിൽ ബിഗ് ബജറ്റ് സിനിമകൾക്ക് വഴിയൊരുക്കുമെന്ന് ഇന്നലെ സാങ്കേതിക പ്രവർത്തകർക്കും സഹതാരങ്ങൾക്കുമൊപ്പം നടന്ന വാർത്താ സമ്മേളനത്തിൽ മമ്മൂട്ടി പറഞ്ഞ വാർത്തയാണ്. ഒപ്പം മമ്മൂട്ടി വാർത്താ സമ്മേളനത്തിൽ
അണിയറ പ്രവർത്തകർക്കൊപ്പം എടുക്കുന്ന ഒരു സെൽഫിയുടെ ചിത്രവുമുണ്ട്. മലയാളത്തിൽ ബിഗ് ബജറ്റ് മറ്റ് ഭാഷകളിലെ ബിഗ് ബജറ്റ് സിനിമകൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന മലയാളികൾ ഞങ്ങൾ അഭിനയിക്കുന്ന അത്തരം സിനിമകൾ അത്ര കണ്ട് സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ പാട്രിയറ്റ് മുതൽ അതിന് മാറ്റമുണ്ടാകുമെന്ന മമ്മൂട്ടിയുടെ പ്രതീക്ഷയും അതോടൊപ്പം ഉണ്ട്. ഓടുന്ന ബസ്സിൽ ഓടുകയാണ് കോൺഗ്രസ്സുകാർ എന്ന ഒരു രസകരമായ തലക്കെട്ടോടെ 7-ാം പേജിൽ വാർത്ത, വീക്ഷണം പേജിൽ മാതൃഭൂമി കൊടുത്തിരിക്കുന്ന വാർത്ത. കോൺഗ്രസ് നേതാക്കൾ ഓടുന്ന ബസ്സിൽ ഓടുകയാണ്, വോട്ടെല്ലാം പെട്ടിയിലായി, ഫലം വരാൻ ദിവസങ്ങൾ ഇനിയും ഉണ്ടെന്നിരിക്കെ കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുള്ള ഓട്ടത്തിലാണ്. ഒരു ഓടുന്ന ബസ്സിൽ കിടന്നാണ് ഇവർ ഓടുന്നത്. ആ ഓട്ടം എവിടെയും എത്തുന്നില്ല എന്നുള്ളൊരു സറ്റയർ. അതായത് അതിനുള്ളിൽ വി ഡി സതീശനെ വിഴുങ്ങുന്ന രമേശ് ചെന്നിത്തലയെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന KC വേണുഗോപാൽ അടക്കം ഒരു കാർട്ടൂൺ ചിത്രവും അതിനൊപ്പം നൽകിയിട്ടുണ്ട്. അവസാന പേജിലേക്ക് വന്നാൽ നരകക്കുഴി കുറിപ്പ് ട്രംപിനെ വിമർശിച്ച് ഡെമോക്രാറ്റുകൾ. ഈ ട്രംപ് പറയുന്നതിനൊന്നും ഒരു ലൈസൻസ് ഇല്ല, ട്രംപ് കോട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കും ലൈസൻസ് ഇല്ല എന്ന് നമുക്കറിയാമല്ലോ. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നരകക്കുഴികൾ എന്ന് വിളിച്ച ടോക്ക് ഷോ അവതാരകൻ മൈക്കൽ സാവജിൻ്റെ പോസ്റ്റ് തൻ്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടിൽ പങ്കുവച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാർത്ത കഴിഞ്ഞ ദിവസമൊക്കെ വന്നിരുന്നു. ഇതിനെ US കോൺഗ്രസിൽ ഡെമോക്രാറ്റ് അംഗങ്ങൾ പ്രസിഡന്റ് പദവിയെ ട്രംപ് റിയാലിറ്റി TV പരിപാടിയാക്കി എന്ന് പറഞ്ഞ് കർശനമായി വിമർശിച്ചു എന്നാണ് വാർത്ത. ഇന്ത്യ നരകക്കുഴിയാണോ എന്നും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള കുടിയേറ്റക്കാർ അമേരിക്കയെ കരുതിച്ച് കാണിക്കുന്നുണ്ടോ എന്നും പ്രസിഡന്റ് JD വാൻസിനെ അഭിസംബോധന ചെയ്തുള്ള സാമൂഹിക മാധ്യമ കുറിപ്പിൽ കോൺഗ്രസ് അംഗം റോ ഖന്ന ചോദിച്ചു. അദ്ദേഹം ഒരു ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ മകനായ സെനറ്ററാണെന്നുള്ള കാര്യം അതിനൊപ്പം പറയട്ടെ. ദേശാഭിമാനിയിലേക്ക് വന്നാൽ സംഘപരിവാർ ഭീഷണി ചെറുക്കണം, നന്ദഗോവിന്ദം ഭജൻസിനെതിരായിട്ടുള്ള നീക്കം അപലപനീയം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയായി നിന്നതാണ്. ഭജൻസിൻ്റെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും നിലപാട് ശ്ലാഘനീയമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ ആഘോഷങ്ങളിലും മറ്റും പങ്കെടുത്ത് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നവരാണ് നന്ദഗോവിന്ദം ഭജൻസിനെതിരെയുള്ള കഴിഞ്ഞ ദിവസത്തെ പരിധി വിട്ട ആക്രമണം നമുക്കറിയാമല്ലോ. ഇത്തരം ധ്രുവീകരണ ശ്രമങ്ങളുടെ വക്താക്കളാകുന്നതെന്ന് ദേശാഭിമാനി 1-ാം വാർത്തയായി കൊടുത്തിരിക്കുന്നു. പൊതുവെ രാഷ്ട്രീയ വാർത്തകൾക്ക് ഉള്ള ഒരു ക്ഷാമം കാരണം കൂടിയാണെന്ന് തോന്നുന്നു. കാരണം ഇത് കഴിഞ്ഞ ദിവസം കത്തിനിന്ന വാർത്ത ഒരു ദിവസം താമസിച്ച് ദേശാഭിമാനിയിൽ പ്രധാന വാർത്തയാകുന്നു. പക്ഷേ തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ച് ഇടതുപക്ഷ പാർട്ടികൾ അടിച്ചമർത്താനാകില്ല എന്ന് പറഞ്ഞിട്ട് നോയിഡയിൽ സമരം ചെയ്യുന്ന ഫാക്ടറി തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് CPI, CPIM, CPIML തുടങ്ങിയ ഇടതുപക്ഷ പ്രവർത്തകർ ഡൽഹിയിൽ നടത്തുന്ന ഐക്യദാർഢ്യ പ്രകടനത്തിൻ്റെ ചിത്രവും വാർത്തയും പ്രാധാന്യത്തോടെ ദേശാഭിമാനി മുൻപേജിൽ നൽകിയിരിക്കുന്നു. സമകാലിക ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി സമരത്തിൽ ഒന്നായ അതിൽ ഇടതുപക്ഷ പാർട്ടികളുടെ സാന്നിധ്യം തുടക്കം മുതലേ ശ്രദ്ധേയമാണ്. AAPയും BJP പിളർത്തി എന്നുള്ളത് അതോടൊപ്പം തന്നെയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പെട്ടി കാലി, പോക്കറ്റ് ഫുൾ എന്ന് പറയുന്നതാണ്. KPCC തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കി എന്നാണ് ദേശാഭിമാനി ആരോപിക്കുന്നത്. വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ട് വെട്ടിപ്പിൽ ആകെ നാണം കെട്ട് നിൽക്കുന്ന കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി തെരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറി. KPCC ഓഫീസ് വഴിയായിരുന്നു ഈ ഫണ്ട് വിതരണം. തീവെട്ടിക്കൊള്ളക്കരങ്ങൊരുക്കിയത് പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ അനാസ്ഥയാണെന്ന് പറയുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് തെരഞ്ഞെടുപ്പിന് ശേഷം സണ്ണി ജോസഫിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന വാർത്ത പുറത്തു വന്നതെന്നും ദേശാഭിമാനി പറയുന്നു. കേരള കൗമുദിയിലേക്ക് വന്നാൽ പതിവ് പോലെ വ്യത്യസ്തമായ പ്രധാന വാർത്തകളാക്കാനുള്ള തെരഞ്ഞെടുപ്പിലെ വ്യത്യസ്തത. ഡാമുകൾ വറ്റുന്നു, വൈദ്യുതി കുഴയും എന്നാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഒറ്റ നോട്ടത്തിൽ അത് എന്താണെന്ന് തിരിഞ്ഞില്ല. വൈദ്യുതി ഇല്ലാതെ കുഴയും എന്നായിരിക്കും, വൈദ്യുതി കുറയും എന്നായിരുന്നു ഒരുപക്ഷെ വരേണ്ടിയിരുന്നത്. ഇങ്ങനെ തന്നെയായിരിക്കും, വൈദ്യുതി ഇല്ലാതെ നമ്മൾ കുഴയും എന്നായിരിക്കും. ഡാമുകൾ വറ്റുന്നു. 9 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരപ്പാണ് ഡാമുകളിൽ ഇപ്പോൾ ഉള്ളത്. വിവിധ ഡാമുകളിലെ ജലനിരപ്പിൻ്റെ അളവ് പറയുന്നു. 10 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങാൻ അനുമതിയില്ല. ടൈം എഹെഡ് മാർക്കറ്റിൽ നിന്ന് യൂണിറ്റിന് 10 രൂപ നൽകി വൈദ്യുതി വാങ്ങാൻ KSEB റെഗുലേറ്ററി കമ്മീഷനോട് അനുമതി തേടിയിരുന്നു. ആ അനുമതി കിട്ടിയില്ല എന്നാണ് പറയുന്നത്. KSEBയുടെ കീഴിലുള്ള അണക്കെട്ടുകളുടെ ജലനിരപ്പ് 9 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. അപ്പോൾ തൽക്കാലം അനൗദ്യോഗിക പവർ കട്ടൊക്കെ മാത്രമേ ഉള്ളെങ്കിൽ അത് ഈ നിലയിൽ തുടർന്നാൽ കാര്യമായ പ്രശ്നത്തിലേക്ക് നീങ്ങും എന്നാണ് കേരള കൗമുദി പറയുന്നത്. ഏതായാലും 2 ദിവസത്തിനകം വേനൽ മഴ വരും. ഈ ചൂടിന് ചെറിയ ശമനമാകും. ഒപ്പം വൈദ്യുതി പ്രതിസന്ധിക്കും ആശങ്കയ്ക്കും ശമനമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരള കൗമുദിയുടെ 5-ാമത്തെ പേജിലേക്ക് പോയാൽ 15-കാരിയുടെ ഗർഭഛിദ്രത്തിന് സുപ്രീം കോടതിയുടെ അനുമതി. വളരെ ശ്രദ്ധ കൊടുക്കേണ്ട വാർത്ത തന്നെയാണത്. 15-കാരിയുടെ ഗർഭഛിദ്രത്തിന് അനുമതി നൽകിയ സുപ്രീം കോടതി അതിനൊപ്പം നടത്തിയ നിരീക്ഷണങ്ങളാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. പ്രായപൂർത്തിയാകാതെ 7 മാസം ഗർഭിണിയായ പെൺകുട്ടിയോട് അവൾക്ക് ആവശ്യമില്ലാത്ത
ഇല്ലാത്ത ഗർഭം ചുമക്കണമെന്നും പ്രസവിക്കണമെന്നും നിർബന്ധിക്കാനാകില്ല. അങ്ങനെ ചെയ്യുന്നത് ജീവിക്കാനുള്ള അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. മാനസികമായും വൈകാരികമായും ശാരീരികമായും അത് അവളെ ബാധിക്കും. അനാവശ്യ ഗർഭധാരണം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും സ്വാധീനിക്കും എന്നും മറ്റും നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ഈ ഗർഭഛിദ്രത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. കേരളമുദ്ര അവസാന പേജിലേക്ക് പോയാൽ NH-66 നിർമ്മാണം ഈ വർഷവും പൂർത്തിയാകില്ല എന്നാണ് പറയുന്നത്. NH-ൻ്റെ പല റീച്ചിലുമുള്ള തകർച്ചയും അലൈൻമെൻറ്റിലെ മാറ്റവും ഒക്കെയാണ് പ്രശ്നം. കേരളത്തിൻ്റെ ഈ സ്വപ്ന പദ്ധതി ഈ വർഷം പൂർത്തിയാകില്ല. മലപ്പുറം വേങ്ങര കൂരിയാട് ഭാഗത്തും പിന്നീട് കൊട്ടിയത്തിന് അടുത്ത് മൈലക്കാടും ദേശീയപാത തകർന്ന സംഭവം. അങ്ങനെ ഗുണമേന്മ പരിശോധന, ചില ഭാഗങ്ങളൊക്കെ അഴിച്ച് ഉടച്ച് വീണ്ടും ഉണ്ടാക്കേണ്ട അവസ്ഥ, അലൈൻമെൻറ്റിലെ വ്യത്യാസം. അടുത്ത വർഷത്തേക്ക് പണി പൂർത്തിയാക്കുന്ന കേസ് നീളും എന്നാണ് പറയുന്നത്. മാധ്യമം എടുത്താൽ പിളർപ്പ് എൻ്റെ തലക്കെട്ടിൻ്റെ വിന്യാസമാണ്, തലക്കെട്ടിൻ്റെ അലൈൻമെൻറ്റാണ് ഏറ്റവും ശ്രദ്ധേയം. പിളർ ആപ്പ് താഴേക്ക് പോകുന്ന മാതിരിയാണ് കാണിക്കുന്നു വരുന്നു. അതെ, 7 രാജ്യസഭാ MP-മാർ BJP-യിലേക്ക് പോയ വാർത്ത തന്നെ. വാർത്ത വിന്യസിച്ച രീതി കൊണ്ടും ലേഔട്ട് കൊണ്ടും ശ്രദ്ധേയമാകുന്നു. കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കുന്നു സൂര്യൻ എന്നാണ് മാധ്യമം ബാനർ ഹെഡിന് താഴെ തന്നെ കൊടുത്തിരിക്കുന്നത്. കൊടുംചൂട് തുടരുന്നു. ഇന്ന് 12 ജില്ലകളിലാണ് മഞ്ഞ അലർട്ട്. പാലക്കാട് താപനില 41 വരെ എത്താം. പകൽ 11 മുതൽ 3 വരെ വെയിലേൽക്കുന്നത് സൂര്യാതപത്തിനും നിർജ്ജലീകരണത്തിനും കാരണമാകുമെന്ന മുന്നറിയിപ്പ് തുടരുന്നു എന്ന് മാധ്യമം പറയുന്നു. അതുപോലെ തന്നെയാണ് മംഗളത്തിൻ്റെ 1-ാം പേജിലേക്ക് പെട്ടെന്ന് ചെന്നാൽ തൊട്ടതെല്ലാം പൊള്ളുന്നു എന്നാണ് ആദ്യത്തെ വാർത്ത. ഉഷ്ണതരംഗം ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗമുണ്ട്. 28 മുതൽ എല്ലാ ജില്ലയിലും വേനൽ മഴയ്ക്ക് സാധ്യതയെന്നാണ്. തുടർന്നുള്ള കുറച്ച് ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും വേനൽ മഴ കിട്ടുമെന്നാണ്. ഏതായാലും ഇപ്പോൾ ഇടുക്കിയും അതേപോലെ തന്നെ വയനാടും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ജില്ലകളിലും കൊടും ചൂടാണ്. അവിടെയും ചൂടിന് കുറവുണ്ടെന്നല്ല, താരതമ്യേന കുറവാണ് നിലവിലത്തെ അവസ്ഥ. ഒപ്പം പാമ്പുകൾ പുറത്തിറങ്ങുന്ന അവസ്ഥ ഒക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. മംഗളത്തിൻ്റെ 5-ാമത്തെ പേജിലേക്ക് ചെന്നാൽ ഈ പാമ്പ് വാർത്ത തന്നെയാണ്. ആൻറ്റിവെനം ഉള്ള ആശുപത്രികൾക്കായി ഒരുപക്ഷെ പാമ്പുകടിയേറ്റാൽ അലയണ്ട. പാമ്പുകടി ഈ കനിവ് 108 ആംബുലൻസിൽ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി. പാമ്പുകടിയേറ്റാൽ ആൻറ്റിവെനം ലഭ്യമല്ലാത്ത ആശുപത്രികളിൽ പോയി സമയം കളയരുതെന്നും കനിവ് 108 ആംബുലൻസ് 108-ൽ വിളിച്ചാൽ ആൻറ്റിവെനമുള്ള ആശുപത്രികളിൽ ഈ ജീവനക്കാർ കൃത്യമായി എത്തിക്കുമെന്നും വീണ ജോർജ് പറയുന്നു. ഓരോ നിമിഷവും ഒരുപക്ഷെ പാമ്പുകടിയേറ്റാൽ പിന്നെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് 108-ലേക്ക് വിളിക്കുക. ആംബുലൻസുകാർ നിങ്ങളെ ആൻറ്റിവെനമുള്ള ആശുപത്രികളിൽ എത്തിക്കും. കേരളത്തിലെ ആൻറ്റിവെനമുള്ള ആശുപത്രികളുടെ പട്ടികയടക്കം ഇപ്പോൾ ആരോഗ്യവകുപ്പും മാധ്യമങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. വീക്ഷണത്തിലേക്ക് വന്നാൽ പവർ ഒഴുകി പിളകി എന്നാണ് പറയുന്നത്. കൂറുമാറിയ അതിനും തലക്കെട്ടിൻ്റെ പ്രത്യേകത കൊണ്ടാണ് വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. ഓപ്പറേഷൻ ലോട്ടസ് എന്ന് തന്നെ അവർ ടിൻഡിൽ നൽകിയിരിക്കുന്നു. AAP-യിൽ വൻ പിളർപ്പ്. BJP വീണ്ടും പഞ്ചാബികളെ വഞ്ചിച്ചു എന്ന് കെജ്രിവാൾ പറഞ്ഞ വാർത്ത അതിനൊപ്പം ഉണ്ട്. ഒപ്പം തിരിയണയാതെ നോവിൻ വെടിക്കെട്ട് എന്ന ദുരന്തഭൂമിയിൽ നിന്നുള്ളൊരു വാർത്താ ചിത്രവുമുണ്ട്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടന പ്രദേശത്തെ പോലീസ് ബന്ദോബസ്തിൽ നിർത്തിയിരിക്കുകയാണ്. അവിടെ എല്ലാ എവിഡൻസൊക്കെ മാർക്ക് ചെയ്തിട്ട് അവിടേക്കുള്ള വഴി അടച്ചിരിക്കുകയാണ്. ശ്മശാനമൂകം എന്ന ഒരു വാർത്താ ചിത്രവും അതോടൊപ്പം വേദനയാകുന്നു. ഇനിയിപ്പോൾ ജന്മഭൂമിയിലേക്ക് വളരെ വേഗം വരികയാണെങ്കിൽ ജന്മഭൂമിയിലെ പ്രധാന വാർത്ത AAP MP-മാർ BJP-യിൽ നിന്നുള്ളത് വളരെ ആഘോഷത്തോടെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. രാഘവ് ചദ്ദയടക്കം 7 MP-മാർ BJP-യിൽ. ഒപ്പം രാഘവ് ചദ്ദയെ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ മധുരം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നു എന്ന വാർത്ത ആവേശപൂർവ്വം കഴിയാവുന്നത്ര വലിയ ഫോണ്ടുള്ള തലക്കെട്ട് നൽകി കൊടുത്തിരിക്കുന്നു ജന്മഭൂമി. സുപ്രഭാതത്തിലേക്ക് വന്നാൽ ആപ്പ് വെച്ച് BJP, ഈ തലക്കെട്ടിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ പലരും ഈ ആപ്പ് എന്നുള്ള വാക്കിതിൽ വന്നതുകൊണ്ട് അത് ഉപയോഗിക്കാൻ തലക്കെട്ടുണ്ടാക്കാനും എളുപ്പമായി. ആം ആദ്മി പാർട്ടിയെ പിളർത്തി അട്ടിമറി നടത്തിയിരിക്കുന്നു എന്നാണ് സുപ്രഭാതം പറയുന്നത്. സുപ്രഭാതത്തിൻ്റെ 1-ാം പേജിൽ തന്നെ US-ഇറാൻ 2-ാം ചർച്ച ഇന്ന് പാകിസ്ഥാനിൽ നടക്കുകയാണ്. മഞ്ഞുരുകുമോ? ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി ഇസ്ലാമാബാദിലെത്തുന്ന ചിത്രമടക്കം നൽകിയിരിക്കുന്നു. സിറാജിലേക്ക് വന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാൻ നോട്ടീസ് എന്നുള്ള വാർത്ത മറ്റ് പല പത്രങ്ങളും പ്രധാന വാർത്തയാക്കിയ ഒരു വാർത്ത മുൻപേജിൽ തന്നെയുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ രാജ്യസഭയിൽ പുതിയ ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് നൽകി. നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു നീക്കം നടന്നായിരുന്നു. അന്ന് 2 സഭയുടെ അധ്യക്ഷന്മാരും ആ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാതെ തള്ളിയതും നമ്മൾ ഓർക്കുന്നുണ്ട്. ജനയുഗത്തിലും അതുതന്നെയാണ്. ഗ്യാനേഷ് കുമാറിനെ നീക്കാൻ പുതിയ നോട്ടീസ്. എണ്ണിപ്പറഞ്ഞ കുറ്റങ്ങൾ 73 പേർ ഒപ്പിട്ടു. ഗുരുതര സ്വഭാവമുള്ള 9 വീഴ്ചകളാണ് എണ്ണി പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രികയുടെ തലക്കെട്ട് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തലക്കെട്ടിൻ്റെ ലേഔട്ട് വളരെ ശ്രദ്ധേയമാണ്. കൊല്ലും ചൂട് പാമ്പ്. ഇരുവശത്തേക്കും വായിക്കാം. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ: കൊല്ലുന്നു, ചൂടും കൊല്ലുന്നു, പാമ്പും കൊല്ലുന്നു. കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്കാണ് ഇതേവരെ സൂര്യാഘാതം
സൂര്യാഘാതമേറ്റത്. 5 ദിവസത്തിനിടെ പാമ്പുകടിയേറ്റ് 4 മരണമുണ്ടായി. നിഷ്ക്രിയരായി ആരോഗ്യവകുപ്പ് എന്ന് ആരോപിക്കുന്നു ചന്ദ്രിക. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഭീഷണിയും ഇതിനിടയിലുണ്ട്. കഴിഞ്ഞ ദിവസം സൂര്യാതപമേറ്റ് പൊള്ളലേറ്റവരുടെ ചിത്രങ്ങളും വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്നു സേതു.